ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. കൃഷ്ണന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി കാട്ടിലെ ഒരു അമ്മൻ്റെ അടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് ആ സ്ത്രീകൾ രാധയെ. അവിടെ കൊണ്ടുപോയതിനു ശേഷം ചില പൂജയെ പറ്റി പറയുന്നുണ്ട്. തലപൂജ. ഈ പൂജ ചെയ്താൽ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും എന്ന് ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, ഇവള് കൊച്ചു പെണ്ണല്ലേ, ഇവളെ കൊണ്ട് അങ്ങനെയൊന്നും സാധിക്കില്ല. ഇതുപോലെയുള്ള പട്ടണത്തിലെ കുട്ടികൾക്ക് അത് വലിയ കഷ്ടമായിരിക്കും. അത്രയും പറഞ്ഞിട്ട് ആ സ്ത്രീകളെല്ലാം അവിടെ നിന്ന് പോയ ശേഷം കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു, എന്തിനാ ദേവി എന്നെ ഇങ്ങനെ ഈ പരീക്ഷിക്കുന്നത്? ഓർമ്മ വെച്ച നാൾ മുതൽ നിന്റെ നടയിൽ കൈകുത്തി നിൽക്കുന്നതല്ലേ. എനിക്ക് വേണ്ടപ്പെട്ടവരേക്ക് മുന്നേ തന്നെ നീ തിരിച്ചു വിളിച്ചു. എന്നിട്ടും ഒരു പരാതിയും പറയാതെ നിന്നെ ഞാൻ പൂജിച്ച് തൊഴുതിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അലിവ് തോന്നാത്തത് എന്താ നിനക്ക്? എന്നെ രക്ഷിക്കാനാ പ്രസാദേട്ടൻ ശ്രമിച്ചത്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏട്ടനെയും കൂടി അടർത്തി മാറ്റിയാലേ നിന്റെ മുഖം തെളിയൂ എന്നുണ്ടോ എന്നൊക്കെ രാധ കരഞ്ഞുകൊണ്ട് പറഞ്ഞതിന് ശേഷം അവിടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എൻ്റെ പ്രസാദേട്ടൻ്റെ ജീവന് ഒരാപത്തും വരരുത്. തരാം, എന്ത് വേണമെങ്കിലും തരാം, എൻ്റെ ജീവൻ വേണമെങ്കിലും തരാം, എന്ത് കഷ്ടപ്പാട് ഞാൻ ഏറ്റെടുത്തോളാം. ഇനി എത്ര അഗ്നി പരീക്ഷകൾ വേണമെങ്കിലും തന്നോളൂ. പക്ഷേ പ്രസാദേട്ടന് ഞാൻ വിട്ടു തരില്ല. ഞാൻ ഈ നടയിൽ കിടന്ന് ഞാൻ മരിക്കും, എന്നാലും ഞാൻ വിട്ടു തരില്ല. നീ വേണം ഏട്ടനെ രക്ഷിക്കാൻ, കൈവിടരുത്, രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാധ പറയുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ചില മന്ത്രങ്ങളും പറയുന്നുണ്ട് രാധ. അത്രയും നേരമായിട്ടും രാധയെ കാണാത്തത് കൊണ്ട് ആ സ്ത്രീകളെല്ലാം വീണ്ടും രാധയുടെ അടുത്തേക്ക് വരുന്നു. രാധ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അമ്മ എന്ന് പറഞ്ഞ് രാധയെ വിളിക്കുകയാണ് ആ സ്ത്രീകൾ. പെട്ടെന്ന് ചാടി എണീറ്റിട്ട് മൂത്തോൻ എന്തെങ്കിലും പറഞ്ഞോ, പ്രസാദേട്ടൻ കണ്ണു തുറന്നോ എന്ന് രാധ അവരോട് ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നവർ പറഞ്ഞപ്പോൾ വീണ്ടും സങ്കടത്തോടെ രാധ നിൽക്കുന്നു. നിങ്ങൾ വാ, നേരം സന്ധ്യ ആവുന്നു, എന്തെങ്കിലും തിന്നാം. ഇത് കേട്ട് രാധ പറയുന്നു, ഇല്ല എനിക്കൊന്നും വേണ്ട, പ്രസാദേട്ടൻ കണ്ണു തുറക്കാതെ ജലപാനം കഴിക്കില്ല ഞാൻ. നിങ്ങൾ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? എന്നാൽ നിങ്ങൾ തലപൂജ നടത്ത്. അത് സംഭവിച്ചാൽ അമ്മൻ പ്രസാദിക്കും. അങ്ങനെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു കിട്ടും എന്നൊക്കെ അവർ തമിഴിലാണ് പറയുന്നത്. എന്നാൽ നല്ലമ്മ എന്ന സ്ത്രീ അവരെ വഴക്ക് പറയുന്നു. മിണ്ടാതിരിയടി. രാധ അവരോട് ചോദിക്കുന്നു, എന്താ പറഞ്ഞത്? എന്ത് പൂജ ചെയ്യണമെന്നാ പറഞ്ഞത്? മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, അത് വലിയ കഷ്ടமான പൂജയാണ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. രാധ പറയുന്നു, ഞാൻ ചെയ്യാം, എത്ര കഷ്ടത പിടിച്ച പൂജയായാലും ഞാൻ ചെയ്യാം. എൻ്റെ പ്രസാദേട്ടനെ എനിക്ക് രക്ഷിക്കണം, അതിനുവേണ്ടി എന്ത് ഞാൻ ചെയ്യും, പറ, എന്താ അത്? വീണ്ടും നല്ലമ്മ പറയുന്നു, വേണ്ടമ്മ വേണ്ട, അത് വലിയ പാടാണ് ആ പൂജ ചെയ്യാൻ, നിങ്ങളെ കൊണ്ടത് പറ്റില്ല. ഈശ്വരനെ ഓർത്ത് എന്നോട് ഇത്തിരി ദയ കാണിക്ക്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്രസാദേട്ടൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെങ്കിൽ ഈ നടയിൽ ഞാൻ എൻ്റെ ജീവൻ ബലി കൊടുത്തേക്കാം. പറ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറ എന്നൊക്കെ രാധ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ പറയുന്നു, അങ്ങനെയൊന്നും വേണ്ട അമ്മ, എന്നാലും നല്ലമ്മ നീ പറഞ്ഞുകൊട്. അമ്മൻ പ്രസാദം കിടച്ചാൽ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ലത് താൻ വരും. വീണ്ടും രാധ പറയുന്നു, പറ, ആരെങ്കിലും ഒന്ന് പറ, ഈശ്വരനെ ഓർത്ത് പറ, എന്താണ് ഈ തലപൂജ? ഞാനേ പറഞ്ഞു തരാം എന്ന് നല്ലമ്മ പറയുന്നു. ഉച്ചിമാണി അമ്മനക്ക് തലപൂജ നടത്തിനാൽ അമ്മനോട് പ്രസാദം கிடைക്കും എന്ന് ആ നല്ലമ്മ പറഞ്ഞപ്പോൾ രാധ ചോദിക്കുന്നു, അമ്മൻ പ്രസാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? അമ്മനോട് അനുഗ്രഹം. കൊഞ്ചം തണ്ണി അമ്മനോട് മുന്നിൽ വെച്ച് ഈറൻ പുടവ എടുത്ത് തലയ്ക്കുമേൽ കലസം വെച്ച് അതിൽ തീപോട്ട് പ്രാർത്ഥിക്കണം. ഉണ്ണാമൽ ഉറങ്ങാമൽ തലയിൽ തീപോട്ട കളസമേന്തി ഇറുക്കുന്നത് സാധാരണമല്ലേ, അത് നിന്നെ കൊണ്ട് പറ്റില്ല മോളെ. അമ്മനോടെ കെഞ്ചി കേള്, കനമ്പനക്ക് സുഖമായിടും. അത്രയും പറഞ്ഞിട്ട് ആ ചേച്ചിയും കൂട്ടി പോവാൻ തുടങ്ങുകയാണ് നല്ലമ്മ. എന്നാൽ രാധ പറയുന്നു, എനിക്ക് തലപൂജ ചെയ്യണം, ഞാൻ തയ്യാറാണെന്ന്. എന്തും സംഭവിച്ചോട്ടെ, തീ ചൂടിൽ എൻ്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ, എന്നാലും സാരമില്ല, എനിക്ക് തലപൂജ ചെയ്യണം, ചെയ്തേ പറ്റൂ എന്നൊക്കെ രാധ പറയുന്നുണ്ട്. അവരെല്ലാവരും പരസ്പരം നോക്കുന്നു. ഈ സമയം കൃഷ്ണന് മൂപ്പൻ ചില മരുന്നുകളൊക്കെ ശരീരതാസകലം തേക്കുന്നുണ്ട്. പിന്നെ കിഴിയിൽ കെട്ടി മറ്റു മരുന്നുകളും പുരട്ടുന്നു. ഈ സമയം ആ സ്ത്രീകൾ പറഞ്ഞ പൂജ ചെയ്യാൻ തയ്യാറായി വരികയാണ് രാധ. അമ്മൻ്റെ മുന്നിൽ കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നു. കുറച്ച് വെള്ളം രാധയുടെ മുകളിലായിട്ട് ഒഴിക്കുന്നുണ്ട് അവർ. രാധ തൊഴുതുകൊണ്ടിരിക്കുന്നു. രാധയുടെ തലയുടെ മുകളിലായിട്ട് തീ വെച്ചുള്ള ആ ചട്ടി കളസം വെച്ചിരിക്കുകയാണ്. അമ്മൻ്റെ മുന്നിൽ കുറച്ച് വെള്ളവും വെച്ചിരിക്കുന്നു. സന്ധ്യയായിരിക്കുന്നു. സ്ത്രീകളെല്ലാം രാധയുടെ അരികിൽ തന്നെയുണ്ട്. രാധ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. രാധയെ കൊണ്ട് പറ്റില്ല എങ്കിലും ആ പൂജ കൃഷ്ണന് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണ് രാധ. ഇതേ സമയം മേഘനാഥന്റെ വീട്ടിൽ മേഘനാഥൻ പറഞ്ഞത് പ്രകാരം പുടവയുമായി എത്തിയിരിക്കുകയാണ് മണിച്ചൻ. ഭവാനി എവിടെ നിൽക്കുന്നു? എന്താ മണിച്ച നിന്റെ കയ്യിൽ എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട്. അത് ഒളിപ്പിച്ചു വെക്കുകയാണ് മണിച്ചൻ. മേഘനാഥൻ സാർ അറിഞ്ഞാൽ എൻ്റെ തല പോകൂ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ
ഭവാനി പറയുന്നുണ്ട് എൻ്റെ തല പോകുമോ എന്ന്. ഭവാനിയമ്മയുടെ തലയ്ക്കല്ല, എൻ്റെ തലയ്ക്കാ കുഴപ്പം എന്ന് മനുഷ്യൻ പറയുന്നു. ആരെ തലയ്ക്കാ കുഴപ്പമെന്ന് ഞാൻ പറയാം. ആദ്യം ആ സാധനങ്ങൾ ഇങ്ങോട്ട് താ, നോക്കട്ടെ എന്താണെന്ന്. കൊണ്ട് വാടാ ഇങ്ങോട്ട് എന്ന് ഭവാനി പറയുന്നു. ഒന്ന് നോക്കിയിട്ട് ഭവാനിയുടെ മുന്നിൽ മനുഷ്യൻ കൊണ്ടുവയ്ക്കുന്നു. ടെൻഷനുണ്ട് മനുഷ്യന്. സാർ അറിഞ്ഞാൽ എന്ന് ടെൻഷനോടെ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു, അറിയാതെ കൊണ്ടുവരാൻ ഇതെന്താ രാജതാൾ എഴുതി വെച്ചതോ അതോ ഏലസോ? അല്ലല്ലോ. ആ നാശം പിടിച്ചവളെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാൻ നിന്റെ സാറ് വാങ്ങിയ ഇത്തിരി പൊന്നോ പുടവയോ? അതല്ലല്ലോ. മേഘനാഥൻ അവിടേക്ക് വരുന്നു. ഈ ഭവാനി അത് കണ്ടതുകൊണ്ട് ഒരു കോട്ടവും അതിലിടിഞ്ഞു വീഴാൻ പോകുന്നില്ല. നീ അങ്ങോട്ട് തുറക്ക് എന്ന് ഭവാനി പറയുന്നുണ്ട്. ടെൻഷനോടെ ആ പൊതി തുറന്ന് കാണിക്കുകയാണ് മനുഷ്യൻ. അതിലെ ആ പുടവ ഭവാനി എടുത്ത് നോക്കുന്നു. കല്യാണ പുടവ. അവളുടെ പുറകെ രാധേ രാധേ എന്ന് ഓടിയിട്ട് 2 കാലിൽ നടന്നവൻ ഇപ്പോൾ 1.5 കാലിലായി നടത്താം. ഇനിയും അവളുടെ പുറകെ ഓടിയാൽ ഈ പട്ട് വിരിച്ച് കിടക്കേണ്ടി വരുമെന്ന് നിനക്കെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ മണിച്ച? ഇത് കേട്ട് മനുഷ്യൻ പറയുന്നു, ഞാൻ ആരാ ഭവാനിയമ്മേ അത് പറയാൻ? സാറിന് സ്വയം അറിയില്ല എന്ത് ചെയ്യണോന്ന്? അറിയില്ല മണിച്ച, അറിയില്ല. അവന് തലയ്ക്കകത്ത് നിലാവ് ഉദിച്ചതുപോലെ വെറി പിടിച്ച് നടക്കാണ് അവൻ. നിന്റെ സാറ് അവനെ പോലെ ഒരു പെൺകോതന് ജന്മം കൊടുത്തല്ലോ എന്നോർത്ത് എൻ്റെ തലയാണ് പുകയുന്നത്. യോഗ്യതയുള്ള പുരുഷനെ തേടി വരണം സ്ത്രീകള്. ഇത് പക്ഷേ ഭ്രാന്തി പിടിച്ചതുപോലെ പരക്കം പാഞ്ഞ് നടക്കുകയല്ലേ രാധ രാധ എന്ന് ജപിച്ചുകൊണ്ട്. നാണം കേട്ടവൻ എന്ന് പറഞ്ഞ് ആ പുടവ അവിടെ വെച്ചിട്ട് ഭവാനി വീണ്ടും പറയുന്നു, ഇനി ഇതെന്താണാവോ ഇതിൻ്റെ ഉള്ളിൽ, നോക്കട്ടെ ഞാൻ. അത് മനുഷ്യനെടുത്ത് കാണിക്കുന്നു. ഭവാനി തുറന്നു നോക്കി. അതിൽ ഒരു മാലയാണ്. താലി നേരത്തെ പണിഞ്ഞു വെച്ചിരിക്കുന്നു. ആ താലി കോർക്കാനുള്ള മാലയായിരിക്കും ഇത്, അല്ലേടാ? പക്ഷേ ഇതൊന്നും ഒരിക്കലും ഉപകാരപ്പെടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഒരു താലി പണിയിച്ചു വെച്ചിട്ട് കാലം എത്രയായി? അതേ ഗതി തന്നെയാണ് ഈ മാലയ്ക്കും വരുന്നത്. ഇരുന്നിടത്തിരുന്ന് പൊടി പിടിക്കും. സ്വർണമായതുകൊണ്ട് തുരുമ്പിക്കില്ല എന്ന് മാത്രം, മറിച്ച് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേരാൻ പോകുന്നത് നിന്റെ സാറിന്റെ എല്ലും പല്ലുമാണ് എന്നും ഭവാനി പറയുന്നു. അത് കേട്ട് കണ്ണും തള്ളി മണിച്ചു നിൽക്കുന്നു. വീണ്ടും ഭവാനി പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാത്ത വിഡ്ഢിയാണ് എൻ്റെ മകൻ. ശേഷം ആ മാലയും അവിടെ വെച്ചിട്ട് പുച്ഛത്തോടെ അത് അങ്ങോട്ടേക്ക് ഇടുകയാണ് ഭവാനിയമ്മ. മേഘനാഥൻ ഇതെല്ലാം കേട്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് അതെല്ലാം കവറിലാക്കി വെക്കുകയാണ് മനുഷ്യൻ. കഴിഞ്ഞു നിങ്ങളുടെ ശാപമൊക്കെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലിരുന്ന സ്റ്റിക്കർ മേഘനാഥൻ ഭവാനിയുടെ നേർക്ക് നീട്ടി. നിങ്ങളൊരു വിഷ സർപ്പമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഓരോ തകർച്ചയ്ക്കും കാരണം നിങ്ങളുടെ പ്രാക്കും ശാപവുമാണ്. ഇത് കേട്ട് ഭവാനി പറയുന്നു, ഞാൻ നൊന്ത് പ്രസവിച്ച മകനെ ശപിച്ച് കൊല്ലാനും മാത്രം ഈ വിഡ്ഢിയല്ല ഈ ഭവാനി. സ്വന്തം ആയുസ് വെട്ടിക്കുറച്ചുകൊണ്ട് നീ ഓടുന്ന ഓട്ടം കണ്ടിട്ട് എനിക്ക് ചങ്ക് നോവുകയാണ്. അത് നിനക്കറിയാത്തോണ്ടാ. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നു, എൻ്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ അഭിനയം. ഒരു വാലാട്ടി പട്ടിയെ പോലെ നിങ്ങളുടെ ദ്രോഹപ്രവർത്തികൾക്ക് മുഴുവനും കൂട്ടുനിന്ന ഈ മേഘന്റെ ജീവിതം നിങ്ങൾക്കൊരു പ്രശ്നമല്ല. എൻ്റെ സുഖവും സൗഖ്യവും സമാധാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നതേയില്ല. എൻ്റെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ കാൽ ചുവട്ടിലെ മൺതരികളുടെ വില പോലും നിങ്ങൾ തരുന്നില്ല. ഇത് കേട്ട് ഭവാനി പറയുന്നു, ഓ നിന്റെ സമാധാനവും സ്വപ്നവും സൗഖ്യമൊക്കെ ഇപ്പോൾ അവളായിരിക്കും ആ രാധ. ഇത് കേട്ട് ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു, സംശയമുണ്ടോ? അവള് തന്നെയാ. ഒരു സംശയമില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചു വെച്ചോ, ഒരു 2ാം കെട്ടുകാരൻ്റെ ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് നീ. ഏത് പെണ്ണിനും അനുയോജ്യനായ വരൻ, ഏത് സുന്ദരിയെയും നിനക്ക് സ്വന്തമാക്കാം. എന്നിട്ടും രാധയെ മതിയെന്ന വിഷചിന്ത എങ്ങനെ നിന്റെ തലച്ചോറിൽ വന്നു? അവളാണ് അതിന് കാരണം, സുഭദ്ര തന്നെ. നിന്റെ നാശത്തിന് വഴി തുറക്കാനാണ് രാധയുടെ മോഹത്തിലേക്കുള്ള വിത്ത് അവൾ നിന്നിൽ വിതച്ചത്. ഒരു വിഷച്ചെടിയായി അത് വളർന്ന് നിന്നെ വിഴുങ്ങി. അതുകൊണ്ട് പറയുകയാണ്, ഒരു പടുവിഡ്ഢിയായി ഇനിയും നീ മാറരുത്. ഇനിയെങ്കിലും പിന്മാറാൻ നോക്ക്, അതാ നിനക്ക് നല്ലത്. രാധ ഒരു പൂമാലയല്ല, ഒരു കോലക്കയറാണ്. സുഭദ്ര എന്ന യക്ഷിയുടെ കോലക്കയറ് മാത്രം. ഇതെല്ലാം കേട്ട് മേഘനാഥൻ വളരെ ദേഷ്യത്തോടെ ഭവാനിയമ്മയുടെ കഴുത്തിൽ പിടിക്കുന്നുണ്ട്. മണിച്ചൻ അത് തടയുന്നു. ഒടുവിൽ ആ കൈ വിടുകയാണ് മേഘനാഥൻ. ഇപ്പൊ ഞാൻ കൊല്ലാതെ വിടുകയാണ്. മേഘൻ ചെയ്തതായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ജീവിക്കാം. രാധയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയതിന് ശേഷം നിങ്ങളുടെ കഴുത്തിൽ ഞാൻ ഒരു കുരുക്കിടും, മരണക്കുരുക്ക്. പിന്നെ ഒരു ദിവസത്തേക്ക് കൂടി നിങ്ങൾ സൂര്യോദയം കാണാൻ ഉണരില്ല. ഇനി എന്നെ പ്രാകാരം ശപിക്കാനും നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഐ വിഷ് യു എ വെരി ബാഡ് നൈറ്റ്. ഇത്രയൊക്കെ കേട്ടിട്ട് കണ്ണൻ തള്ളി നിൽക്കുകയാണ് ഭവാനിയും മണിച്ചനും. ശേഷം ആ പുടവ എടുക്കുകയാണ് മേഘനാഥൻ. സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് തന്നെ മേഘനാഥൻ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇപ്പോഴും കൃഷ്ണൻ ചികിത്സയിൽ തന്നെയാണ്. രാത്രിയായിരിക്കുന്നു. മൂപ്പനൊപ്പം സഹായികളുമുണ്ട്. അവിടേക്ക് നല്ലമ്മ വന്നു. മൂത്തോനെ, ഇയാൾക്ക് എങ്ങനെയുണ്ട്? അസുഖം മാറുമോ എന്നെ നല്ലമ്മ ചോദിച്ചപ്പോൾ മൂപ്പോൻ പറയുന്നുണ്ട്, എല്ലാം ചെയ്ത് നോക്കി നല്ലമ്മ. ഇനി ഒന്നുമേ എൻ്റെ കയ്യിലില്ല. അമ്മൻ പ്രസാദത്തിലെതാൻ സുഖം കിടക്കും.
ആ പൊണ്ണ് തലപൂജ ചെയ്തിട്ടിരിക്ക് എന്നെ നല്ലമ്മ പറഞ്ഞതും ഞെട്ടലോടെ അവിടെ നിന്നും എണീക്കുകയാണ് മൂപ്പനും സഹായികളും. അതെ, ഞങ്ങൾ വേണ്ട വേണ്ടാന്ന് 100 തവണ പറഞ്ഞതാണ്. എന്നാൽ കേൾക്കാതെ പൂജ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം അവർ തമിഴിലാണ് പറയുന്നത്. മൂപ്പോൻ പറയുന്നു, തലപൂജ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അത് വലിയ കഷ്ടമാണ്. ഇന്ന് നാൾ വരെ ഇതാരും ചെയ്തു തീർത്തതേയില്ല. ഇയാളുടെ അവസ്ഥ വലിയ കഷ്ടമാണ്. ഇനി അമ്മ താൻ വിചാരിക്കണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ വേണ്ടയോ എന്ന്. ഇവരുടെ ജീവൻ അവരുടെ കയ്യിലാണ്. നല്ലമ്മ പോയി അവരുടെ കൂടെ ഇരിക്കെ എന്ന് പറഞ്ഞ് നല്ലമ്മയെ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. തൻ്റെ ജോലി താനും ചെയ്യുകയാണ്. ഇതുവരെയ്ക്കായിട്ടും രാധ പൂജ നിർത്തിയിട്ടില്ല. സ്ത്രീകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണടച്ച് പൂജ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് രാധ. സ്ത്രീകളെല്ലാം ഇരുന്നിരുന്ന് അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. ഇതേസമയം മേഘനാഥൻ രാധയ്ക്കായി പണിഞ്ഞു വെച്ചിരിക്കുന്ന താലിയും മാലയും സുഭദ്രയുടെ മുന്നിൽ വെക്കുന്നു. പുടവയും വെക്കുന്നുണ്ട്. ഈ പുടവ എൻ്റെ 2ാം വിവാഹത്തിനായി വാങ്ങിയതാണ്. ഈ മാലയും എൻ്റെ ഭാവി വധുവിനായിട്ട് വാങ്ങിയതാണ്. ആരാ ആ വധു എന്നറിയാലോ? തൃപ്പങ്ങോട്ടെ രാധ, നിന്റെ സ്വന്തം അനുജത്തി എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ തന്നെ സുഭദ്രയുടെ ഒരു മിന്നൽ മേഘനാഥന് നേരെ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താലി കിട്ടിയത് നിന്നെയാണ്, തൃപ്പങ്ങോട്ട സുഭദ്ര എന്ന നിന്നെ. നിന്നോട് അപ്പോൾ എനിക്ക് പ്രേമമായിരുന്നില്ല, പക മാത്രമായിരുന്നു. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ ചീത കത്തുന്നത് കാണാൻ വേണ്ടിയുള്ള പക മാത്രം. പക്ഷേ ഇപ്പോൾ രാധയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടുന്നത് പകയോടെയല്ല, പ്രേമത്തോടെ. എൻ്റെ ഞരമ്പുകളെ പോലും വരിഞ്ഞു മുറുക്കി നിർത്തിയിരിക്കുന്ന അപാരമായ ആസക്തിയോടെ. ആ കനലുകൾ എന്നിൽ നിറച്ചത് അത് നീയാണ് സുഭദ്രേ. നിന്റെ അനുജത്തി രാധ നിന്റെ അതേ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോവുമായിരുന്നു. പക്ഷേ അമ്മയും മണച്ചനും പറയുന്നത് നീ ഒരു വിഷസർപ്പമാക്കി രാധയെ എൻ്റെ മുന്നിൽ അയക്കുന്നു എന്നാണ്. അത് ശരിയാണെങ്കിൽ ആഗ്രഹങ്ങളൊന്നും നടത്തിയെടുക്കാനാവാതെ മേഘൻ വിരലി പിടിച്ച് നടക്കുന്നതാണ് നിനക്ക് കാണുന്നതെങ്കിൽ അത് നടക്കില്ല സുഭദ്രേ. ഞാൻ അയച്ച ആളുകൾ രാധയുമായി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ രാധയുടെ കഴുത്തിൽ താലി കെട്ടും. ചത്തൊടുങ്ങിയിട്ടും അശാന്തിയോടെ അലയുന്ന ആത്മാവ് മാത്രമായിട്ടും നീ മാറുന്നത് ഞാൻ കാണും. കാരണം നീ ചത്തു കഴിഞ്ഞതാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ഈ ഭൂലോകം ഞങ്ങൾക്കുള്ളതാണ്, നിനക്കുള്ളതല്ല. അതുകൊണ്ട് മേഘനാഥന്റെ വഴി മുടക്കരുത്. മുടക്കിയാൽ ഒരിക്കൽ കൊന്ന നിന്നെ വീണ്ടും കൊല്ലും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് പറഞ്ഞ് മേഘനാഥൻ സുഭദ്രയുടെ മുന്നിൽ നിന്നും പോകുന്നു. ഇതേ സമയം കൃഷ്ണന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് രാധ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.